ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളെ നിമിഷനേരം കൊണ്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് അയക്കാൻ ഭാരതത്തിന്റെ പുതിയ ആയുധം തയ്യാറെടുക്കുന്നു. അതും വെറുമൊരു വേഗതയിലല്ല, മണിക്കൂറിൽ 12,000 കിലോമീറ്റർ വേഗതയിൽ. പ്രതിരോധ മേഖലയിൽ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് DRDO നിർമ്മിക്കുന്ന ഈ എയർക്രാഫ്റ്റ് കാരിയർ കില്ലർ മിസൈലിന്റെ രഹസ്യമെന്താണ്? ഇത് ചൈനയെ ഭയപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? നോക്കാം. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയൊരു വിപ്ലവത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ബ്രഹ്മോസും ആകാശമൊക്കെ ലോകവിപണിയിൽ തരംഗമാകുമ്പോൾ ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലോകം ഏറ്റവും ഭയക്കുന്ന ഹൈപ്പർസോണിക് വിദ്യയിലാണ്. ഇന്ത്യൻ നേവിക്ക് വേണ്ടി DRDO വികസിപ്പിക്കുന്ന LRASHM ആണ് ഇപ്പോഴത്തെ താരം. ഇതിനെ എയർക്രാഫ്റ്റ് കാരിയർ കില്ലർ എന്നാണ് വിദഗ്ധർ വിളിക്കുന്നത്. അതായത് ചൈനയുടെ പക്കലുള്ള ഏറ്റവും ആധുനികമായ ഫ്യൂജിയൻ പോലുള്ള ഭീമൻ വിമാനവാഹിനി കപ്പലുകളെ പോലും തകർക്കാൻ ഇതിനൊറ്റയടിക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് ഇതിനെ ആർക്കും തടയാൻ കഴിയാത്തത്? ഇതിന്റെ വേഗത തന്നെ കാരണം. ഈ മിസൈൽ സഞ്ചരിക്കുന്നത് മാക് 8 മുതൽ മാക് 10 വരെ വേഗതയിലാണ്. അതായത് ശബ്ദത്തേക്കാൾ 8 മുതൽ 10 മടങ്ങ് വരെ വേഗത, ഏകദേശം മണിക്കൂറിൽ 12,000 കിലോമീറ്റർ. നിലവിലുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും ഇത്രയും വേഗതയിൽ വരുന്ന ഒരു മിസൈലിനെ വെടിവെച്ചിടാൻ കഴിയില്ല. കൂടാതെ 1500 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനം പോലും കൃത്യമായി തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. ശത്രു കപ്പലുകൾ ഇന്ത്യയുടെ തീരത്തെത്തുന്നതിന് എത്രയോ മുൻപ് തന്നെ കടലിനുള്ളിൽ വെച്ച് അവയെ തകർക്കാൻ ഈ മിസൈൽ സഹായിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷ ശക്തമാക്കാൻ ഈ മിസൈൽ ഉടൻ തന്നെ വിന്യസിക്കാനാണ് നീക്കം. 2027-2028 ഇന്ത്യൻ നേവിയുടെ നേതൃത്വത്തിലുള്ള അവസാനഘട്ട പരീക്ഷണങ്ങൾ നടക്കും. 2029-2030 മിസൈൽ പൂർണ്ണമായും സൈന്യത്തിന്റെ ഭാഗമാകും. എങ്കിലും തീരദേശ സുരക്ഷയ്ക്കായി ഇതിന്റെ ചില യൂണിറ്റുകൾ അതിനു മുൻപേ തന്നെ വിന്യസിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മുൻപ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇത്തരം ആയുധങ്ങൾ വാങ്ങിയിരുന്നത്. എന്നാൽ ഇന്ന് ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ഇന്ത്യ സ്വന്തമായി ഹൈപ്പർസോണിക് മിസൈലുകളും അത്യാധുനിക യുദ്ധവിമാനങ്ങളും നിർമ്മിക്കുകയാണ്. ഒഡീഷ തീരത്ത് നടന്ന പരീക്ഷണങ്ങളിൽ ഈ മിസൈൽ കൃത്യതയോടെ ലക്ഷ്യം ഭേദിച്ചത് ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ വലിയൊരു വിജയമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ നോക്കുന്ന ശത്രുക്കൾക്കുള്ള ശക്തമായ മറുപടിയാണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ. ഇന്ത്യയുടെ ഈ വമ്പൻ നീക്കത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? ഇത് ചൈനയുടെ കടന്നുകയറ്റത്തിന് അന്ത്യം കുറിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. കൂടുതൽ പ്രതിരോധ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.